മുത്തുക്കിളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര മഴ, അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും? ഇവിടെയും ഭയങ്കര മഴ, കാറ്റൊന്നുമില്ല. എങ്കിലും അതിശക്തമായ മഴയെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും മഴ തോരാതെ പെയ്യുന്ന മഴ. വലിയ മഴയല്ല, വലിയ മഴയല്ല, തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് തോരും പിന്നെയും പെയ്യും, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വെച്ച്. മുത്തുക്കിളിയെല്ലാം സ്കൂളിൽ പോയി, അമ്മുമില്ല. അപ്പം ഞങ്ങൾ അമ്മയും അച്ഛനും ഞാനും അണ്ണനും പിന്നെ ഞങ്ങൾ ബ്ലാക്കി കുട്ടനും. ബ്ലാക്കി അമ്മച്ചിക്കൊരുമ്മ, ബ്ലാക്കി ഒരുമ്മ, ഒരുമ്മ അവനേ ഉള്ളു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടൊക്കെ പോവാം. മഴ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വീടും പരിസരമൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും, ഇല്ലേ? തൂക്കാനും ഒക്കത്തില്ല, വാരാനും ഒക്കത്തില്ല. വേണ്ട, ഇതൊന്നും നമ്മളെ വീട്ടിലെ ചവറല്ല. വല്ലോടത്തും നിൽക്കുന്ന ആഞ്ഞിലിയും അപ്പുറത്തെ വീട്ടിലെ ആഞ്ഞിലിയും പ്ലാവലയും എന്ന് വേണ്ട സർവമാന സാധനങ്ങൾ ഇവിടെ വന്ന് വീഴും. ഇതൊക്കെ പിന്നെ നമ്മളെ മാവിൻ്റെ കേട്ടോ. എല്ലായിടവും മുടിഞ്ഞ് മുള്ളു വാരി കിടക്കുവാന്ന് പറയത്തില്ലേ, ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പറയും. നമ്മുടെ വഴി കണ്ടോ, ആ വഴി മൊത്തവും ചവറ്. അപ്പുറത്തെ വീട്ടിലെ മാവ്, അത് കാരണം മൊത്തവും ചവറ് കയറി കിടക്കുന്നു. മൊത്തം അഴുക്ക്. മഴ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിസരം ഭയങ്കര വൃത്തികേടാണ്. എന്തോ ചെയ്യാനാ, തൂത്ത് വരാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടെന്ന് പറയാൻ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം നിങ്ങൾ കാണാറുണ്ടല്ലോ. ടോബി, ഞങ്ങളെ ടോബി പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വിട്ടുപോയി കേട്ടോ. പെട്ടെന്ന് മരിച്ച്. ഒരു ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ മോന്, സുഖമായിട്ട്. ഒരു ദിവസം മാത്രമേ ഉള്ളൂ അവൻ ഫുഡ് കഴിക്കാത്ത. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണീറ്റപ്പം അവൻ മരിച്ചു കിടക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമമുണ്ട്. ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരാൾ പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കാവലായിരുന്നു. എന്ത് പറയുന്നത്, ഒരുപാട് പാമ്പിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ മുത്തുക്കിളിയൊക്കെ ഭയങ്കര കരച്ചില്ല. ഒരു ദിവസം ആഹാരം പോലും കഴിക്കാതെ കിടന്നു നിങ്ങളെ മുത്തുക്കിളിയൊക്കെ. അപ്പം ആ വീഡിയോ എടുക്കാഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാട്ടോ. അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് ഒരു പട്ടി അത്യാവശ്യമാണ് വീട്ടിൽ. അതുകൊണ്ട് ഇനി ഒരെണ്ണം ഇവൻ ഞെളുവാണ്ടി ചെറുത്, അവനെ കൊണ്ടൊന്നിനും പറ്റത്തില്ല. പാമ്പിനെ കണ്ടാലും ആരെ കണ്ടാലും അവൻ തിരിച്ചോടും. പക്ഷെ അവൻ്റെ സാധനം അവിടെയാണ്. അവളുമാരില്ലെങ്കിലും അവൻ അവിടെ കിടക്കത്തോളൂ. ഇവൻ ഇവിടെ കിടക്കത്തോളൂ. ഇവനിങ്ങനെ കട്ടിലേ കിടക്കണം. ഇവനെ കൂട്ടിക്കണ്ട് കിടത്തിയപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഞൂന്നിങ്ങ് വന്നു. ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവൻ ഇവിടെ കയറി. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇവിടെ കയറാൻ? കള്ളത്തരം കണ്ടാ കൈ. ഇറങ്ങ, ഓടി വേണ. ഞാൻ കമ്പെടുത്തോണ്ട് വരട്ടെ. മഴയത്ത് സുഖിച്ച് പുതച്ച് മൂടി കിടക്കുന്ന അച്ഛനും അമ്മയും. സമയം എത്രയെന്നറിയാ? 5 മണിയായി. മതി ഇല്ല, ഇനി വാ ചായ ഇടാൻ. പാപ്പം കൊണ്ടുവന്നു. നിങ്ങൾക്ക് വേണ്ടേ? അച്ഛ കുളിക്കുന്നൊന്നുമില്ലേ? നീര് ചായ ഇടാൻ പോകുന്നു. ഒരാൾക്ക് കട്ടൻ മതി, ഞങ്ങൾക്ക് 3 പേർക്കും ചായ. ഞങ്ങൾക്കുള്ള ചായക്കൊക്കെ വെള്ളം വെച്ച് ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് നമ്മളെ പൊരിപ്പ് ഐറ്റംസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ, കുറേ നാളായി ഇതൊക്കെ മേടിച്ചിട്ടോ. മഴയാകുമ്പോൾ നമുക്കിതൊക്കെ കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെല്ലാം 5 രൂപ കടിയാട്ടോ. 5 രൂപ. 5 രൂപയാണോ? 5 രൂപയുടെ വാഴയ്ക്കാപ്പം, പഴംപൊരി.
ഓ വെട്ട് കേക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല വെട്ട് കേക്ക്. എന്താ ഉള്ളിവട, പക്ഷെ എന്തായാലും സൂപ്പറാട്ടാ, അടിപൊളി. ആണ്ടാ ഉള്ളിവടയും കേക്കും പൊരിപ്പൂ അല്ല വാഴയ്ക്കാപ്പൂ. ഈ ചമ്മന്തി എല്ലാം എന്തോത്തിൻ്റെ കൂടെ തിന്നാനാ അവര്? പൊരിപ്പൊക്കെ എടുത്താൽ തീറ്റി തുടങ്ങി. ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. നമുക്ക് അമ്മ അമ്മ ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇത്. ഒരു പഴംപൊരി കഴിക്കും. നമ്മളെ അമ്മച്ചി വന്നേ, അമ്മച്ചി വന്നേ. അമ്മയൊന്നും ചായ ഇടുന്ന രാവിലെ വൈകിട്ടും അമ്മയുടെ ജോലിയാണ് ചായ. ചുമ്മാതാട്ടം. അപ്പോൾ വേണ്ട ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. ഞാൻ ഫോൺ വെച്ചെടുത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് എല്ലാവരെയും കാണിക്കാനൊക്കെ. ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരു ചായയുടെ കൂടെ എന്തെങ്കിലും വന്നൊരു 2 ബിസ്ക്കറ്റ് എങ്ങനെ തിന്നില്ലേ വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു ശീലമായിരിക്കുക. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മൂനും മുത്തിനുമുള്ള കടിയൊക്കെ എടുത്ത് വെച്ച്. ചമ്മന്തി ഞങ്ങളാരും എടുത്തില്ല കേട്ടോ, പക്ഷേ മണമുണ്ട് നല്ല, പുതിന ഇലയുടെ മല്ലിയിലയുടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവളുമാർക്ക് അടുത്ത് വരുന്ന ഉടനെ അമ്മച്ചി വിശക്കുന്നേന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് കൊടുത്താൽ അത്രയും ആയല്ല. അപ്പം ഞങ്ങളുടെ വൈകിട്ടത്തെ ചായ കുടിയും ജോലികളും എല്ലാം തീർന്ന് അമ്മയും ഞാനും ഇരുന്ന് എണ്ണയേക്കും. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ എനിക്ക് മുടിയിലൊക്കെ എണ്ണയേക്കും പറഞ്ഞപ്പോൾ ഒന്ന് ചാടി. എങ്കിലും നമ്മൾ തേപ്പിക്കാതെ വിടത്തില്ലല്ലോ. അമ്മച്ചി പയ്യ തലേ തൊടാൻ വയ്യ. ഇനി ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വാഷിംഗ് മെഷീൻ പണി വന്ന് ചീത്തയായി. ഇനി കല്ലില്ല തുണിയൊക്കെ കഴുകുന്ന അതൊരു ജോലിയാണ്. അതുമൊക്കെ ചെയ്ത് ഇനി മുത്തുക്കിളിയും അമ്മുക്കുട്ടിയൊക്കെ വരുമ്പോൾ ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ മുത്തുക്കിളിയൊക്കെ വന്ന്. ഇല്ല വൈഫൈ ഇല്ല, കട്ടായിരുന്നു. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് വെപ്രാളം. ഇവിടെ വാർത്ത കേട്ടോളാൻ വയ്യ. അമ്മുച്ചേച്ചിയെ വിളിച്ചൊന്ന് ചാർജ് ചെയ്യാൻ പറ. അയ്യോ മൈൻഡ് ചെയ്യാതിരിക്കടി. മഴ പെയ്ത് ബ്ലാക്കി ആരാ അത്? മതി. അമ്മുച്ചേച്ചിയെ വിളിച്ചെന്ന് പറ മോളെ. മുട്ടായിക്ക് വന്ന് ഇരിക്കുന്നുണ്ട കൊതിയൻ. ഒരു കൊതിയനാ, മധുരക്കൊതിയൻ. ഇങ്ങെടുക്കടി, കൊടുക്കടി. വീട്ടിൽ വരുമ്പോൾ മുത്തക്കിളി ഓരോ പുതിയൊക്കെ ആയിട്ടായിരുന്നു. ഒരു ഡയറി മിൽക്ക് പുതി. അവിടെ പൊഴിച്ചിടല്ലേ ദോ അവിടെ പിന്നെ പഴംപൊരിയൊക്കെ ഇരിക്കുന്നു. കാല് വിളിക്കുന്ന എന്തിനാ?
എന്തുവാ കൊണ്ടുപോകുന്ന നാളെ തൊട്ട് തന്നു വിടുന്നില്ല. പിന്നെ മീന് കൊല്ലുന്ന വില. ഇത് വന്ന് പണി തുടങ്ങി. കൈ എഴുതിയ നല്ല പഴംപൊരിയായിരുന്നു. കൊതിയൻ ഇവിടെ നോക്കിയിരിക്കുക. ഇവനൊരു കൊതിയനാട്ടം. ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ആള് വന്നിറങ്ങി. ഈ ഉടുപ്പ് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മൂന്നാർ ഞാൻ ഇട്ടുകൊണ്ട് നടന്നതാണ്. എന്നോട് ചോദിക്കാതെ ഇട്ടുകൊണ്ട് പോയതിന് അടുക്കളയിൽ വെച്ചിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കുന്നതാണ്. പോയിട്ട് വരൂ. തീറ്റിപ്പണ്ടാരമാണ്, മനസ്സിലായല്ലോ. 2 പാത്രം നിറച്ച് തിന്നിട്ട് വന്നിട്ട് താണ്ട് അടുത്ത പാത്രം എടുത്ത് തിന്നെ. എന്തൊരു തീറ്റിപ്പണ്ടാരം അടി അമ്മ നീ. എടി എന്തോ അത് ഈ ഉടുപ്പിട്ടോണ്ട ചുമ്മാ. പക്ഷെ പനിയായിരുന്നു, പക്ഷെ ഭയങ്കര തീറ്റിയായിപ്പോ. ഓഹോ, അത് പിന്നെ കിട്ടാനിരിക്കുകയാണല്ലേ. എന്ത് ഭാഗ്യമല്ലോ ഉണ്ടാ. എക്സ്ക്യൂസ് മീ, വൈഫൈ ഒന്ന് ചാർജ് ചെയ്യേണ്ടതാണ്. 5 പൈസയുള്ള ജോലിക്കാരി പറയുന്ന പറച്ചില് കണ്ട ഗായ്സ്. ഇനിയിപ്പോ ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. വാവ്, പാർട്ടി പാർട്ടി. പാർട്ടിയല്ല. അങ്ങനെ ഞാൻ വന്ന് മേല് കഴുകി ഗൈസ്. കാരണം 7:30 കഴിഞ്ഞ്. അപ്പോൾ ഞാൻ തല കുളിച്ചാൽ തല ഉണങ്ങാൻ പാടാ. അപ്പം ഞാൻ വിചാരിച്ച് നാളെ തല കുളിക്കാമെന്ന്. അങ്ങനെ ഞാൻ വന്ന് കൂടാൻ കിടന്നു. എന്നിട്ട് ഞാൻ അമ്മ എടുത്ത വീഡിയോ ഒക്കെ കണ്ട്. അപ്പോഴാണ് അമ്മ ടോബിയുടെ കാര്യം പറഞ്ഞത് ഞാൻ കണ്ട. ഗൈസ്, ടോബി മരിച്ചുപോയി. എൻ്റെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ ജൂൺ 13-ാം തീയതിയാണ് അവൻ മരിച്ചത്. സഹിക്കാൻ വയ്യാത്ത വിഷമമുണ്ട്. ഇപ്പോഴും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും അമ്മയും കരഞ്ഞ്. കാരണം അവൻ ഈ വീട്ടിലിപ്പം ഒരു ബഹളവും ഇല്ല, കുരയില്ല, ഒരിതും ഇല്ല. മറ്റേത് നമ്മളെ വെളിയിറങ്ങുമ്പോഴെങ്കിലും കുരയ്ക്കും. മറ്റേത് കാക്ക വന്നാലോ പൂച്ച കണ്ടാലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ വെളിയിറങ്ങി അവനെ തുറന്നു വിടാൻ ആ സ്നേഹത്തോടെ കുരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം. ഇവിടെ ഒരു ബഹളവും ഇല്ല. പിന്നെ ഇവ ഇടയ്ക്കൊക്കെ കുരയ്ക്കും. എന്നാലും അങ്ങനെ പുറത്ത് ഇറങ്ങണ്ടേ ആളുകളെ കാണാൻ. ഇപ്പോഴും കട്ടിലടി കിടക്കുക. അപ്പം വെളിയിലിറങ്ങുമ്പോൾ ആ കൂട് കണ്ടാൽ ഭയങ്കര വിഷമമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞവൻ മരിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പ്രതീക്ഷിക്കാതെ മരിച്ചതായതുകൊണ്ട് ആർക്കും സഹിക്കാൻ പറ്റിയില്ല. ഫുഡ് പോയ്സൺ ആണെന്നാണ്. ഫുഡ് പോയ്സൺ അല്ലെങ്കിൽ പോയ്സൺ എന്തെങ്കിലും ഉള്ളിൽ ചെന്നെന്നാ പറയുന്നത്. ഫുഡ് പോയ്സൺ കൊടുക്കാൻ നമ്മൾ എന്നും കൊടുക്കുന്ന ഫുഡാണ് കൊടുത്തത്. പോയ്സൺ ചെല്ലാൻ വേണ്ടി ഇവിടെ വിഷമുള്ള കാര്യം ഒന്നും ഇല്ല. പാമ്പിനെ വല്ലതും കണ്ട് പാമ്പ് കടിച്ച് ആവാം വിഷം ചെല്ലാം. പക്ഷെ പാമ്പിനെ കണ്ട് അവൻ പാമ്പിനെയും കൊല്ലും. അങ്ങനെയാണ് പതിവ്. ഞങ്ങൾ ദേഹത്തൊക്കെ നോക്കിയപ്പോൾ പാമ്പ് കടിച്ച പാടൊന്നും ഇല്ല. പിന്നെ എങ്ങനെ മരിച്ചതെന്നൊന്നും ഒരു ഇതുമില്ല. ഒരു ദിവസം വയ്യാതെ കിടന്ന് ഫുഡൊന്നും കഴിക്കാതെ പിറ്റേ ദിവസം മരിച്ച്. അപ്പോൾ പാമ്പ് കടിച്ചല്ലായിരിക്കും. വയ്യാതെ കിടന്നിട്ട് ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പാമ്പ് കടിച്ചാൽ അപ്പോഴേ മരിക്കത്തില്ലേ? ഇതെന്തുവാന്നൊരു പിടിയും ഇല്ല. എല്ലാവരും വിഷമത്തിലായിരുന്നു ഗൈസ്. ചേരന്തി അമ്മ താണ്ട കിടന്നുറങ്ങുന്നതാ. ഇങ്ങനെ കിടക്കണം. അമ്മ പുതച്ചപ്പം ബ്ലാങ്കറ്റ് പോയി. ഇപ്പുറത്തോട്ട് ശരി. ഇനി വാ ഫസ്റ്റ് ചൂടും പറ്റി കിടക്കണം. ഉറങ്ങട്ടെ, അവിടെ തണുപ്പല്ലേ. അപ്പം ഈ വീഡിയോയിൽ ഞാനൊരു കുറച്ചേ ഉള്ളൂ. ഫുള്ളെടുത്തത് സന്ധ്യ മോളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഓക്കേ.